ഗ്രാമങ്ങളിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന തഴപ്പായ മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്. തൃശൂർ എടത്തിരിഞ്ഞി ചെട്ടിയാൽ സ്വദേശി അടിപ്പറമ്പിൽ അശോകൻ 3.5 പതിറ്റാണ്ടായി വീടുകളിൽ നിന്നും പായകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുവിറ്റാണ് ഈ 64-കാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 35 വർഷം മുൻപാണ് തഴപ്പായ വിൽപ്പനയിലേക്കുള്ള അശോകന്റെ കാൽവെപ്പ്. തീരദേശ മേഖലയിൽ കൈതോല സുലഭമായി ലഭിച്ചിരുന്നതിനാൽ ഭൂരിഭാഗം വീടുകളിലും അന്ന് തഴപ്പായ നെയ്ത്ത് സജീവമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായി നെയ്തെടുക്കുന്ന മിതമായ വിലയിൽ ലഭിക്കുന്ന തഴപ്പായയ്ക്ക് ആവശ്യക്കാരും ഏറെയായിരുന്നു. തഴപ്പായയുടെ മികച്ച വിപണി സാധ്യതയാണ് അശോകനെ പായ വിൽപ്പനക്കാരനാക്കി മാറ്റിയത്. അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള കടലോര ഗ്രാമങ്ങളിൽ നിന്നാണ് അന്ന് കൈതോലപ്പായകൾ ശേഖരിച്ചിരുന്നത്. ആഴ്ചയിൽ 200 മുതൽ 300 വരെ പായകളാണ് വീടുകളിൽ നിന്ന് ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത്. പിന്നീട് പ്ലാസ്റ്റിക് പായകൾ വിപണി കീഴടക്കിയതോടെ തഴപ്പായയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഇത് തഴപ്പായ നെയ്ത്തുകാരെയും തളർത്തി. കൈതോല കൃഷി നശിച്ചതും പായ വ്യവസായത്തെ പ്രതികൂലമായി ബാധിച്ചു. ഇപ്പോൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകളുടെ എണ്ണം ആഴ്ചയിൽ 40 മുതൽ 50 വരെയായി ചുരുങ്ങിയതായി അശോകൻ പറഞ്ഞു. 250 മുതൽ 280 രൂപയാണ് തഴപ്പായകൾക്ക് ഇപ്പോഴത്തെ വില. തൊഴിലുറപ്പ് പദ്ധതി വന്നതോടെ പായ നെയ്ത്തുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതെന്ന പരിഭവവും അശോകൻ മറച്ചുവെക്കുന്നില്ല. പായ കിട്ടാനില്ല, വളരെ കുറവാണ്. തൊഴിലുറപ്പ് വന്നതിന് ശേഷം പായ കുറവാണ് കിട്ടല്, എണ്ണം കുറവുണ്ട് കിട്ടല്. എന്നാലും 150 പായ ഒരാഴ്ചയിൽ ഒപ്പിക്കും, 40 എണ്ണത്തോളമൊക്കെ. ഇത് തന്നെ ഉള്ളൂ ഇടപാട്. ആദ്യമൊക്കെ 200-150 പായൊക്കെ ഒരാഴ്ചയിൽ എത്തിയിരുന്നതാണ്. 200 മേലെ വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറവാണ്. തൊഴിലുറപ്പിലേക്ക് മാറിയപ്പോൾ അത് കുറവാണ്. പിന്നെ വല്ല കാരണന്മാരിൽ നിന്ന് ചെയ്ത് കിട്ടണതാണ്. അത്ര ഗുണമല്ല പായ ആദ്യത്തെ അത്ര. അതാണ്. തുച്ഛമായ വരുമാനമേ ലഭിക്കുന്നുള്ളൂവെങ്കിലും ജീവിതത്തിൽ വഴികാട്ടിയായ തഴപ്പായ വിൽപ്പന അശോകന് ഇന്നും ആവേശമാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.